السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹസമ്പന്നരായ വിശ്വാസികൾ, സർവശക്തനും സർവാധിപനും സൃഷ്ടാവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിയും വിലക്കുകളും അവന്റെ ആജ്ഞാ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ക്രമീകരിച്ചുകൊണ്ടും ഈ ഒരു ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്നുള്ളത് ഏറെ ഗൗരവത്തോടും അതിലേറെ പ്രാധാന്യത്തോടുകൂടിയും ഈ ഒരു ഈദ് ദിവസത്തിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ്. ഒരു മാസക്കാലത്തെ പരിശുദ്ധമായ റമദാനിൽ നേടിയെടുത്ത വിശ്വാസത്തിന്റെയും ഈമാനിന്റെയും മധുരം കൈവിടാതെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ദിനമായ ഈദിലേക്ക്, ഈദുൽ ഫിത്റിലേക്ക് അൽഹംദുലില്ലാഹ് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. സുന്ദരമായ ഏറെ മഹനീയമായ മുഹൂർത്തത്തിൽ ഇന്നലെ മുതൽ മഗ്രിബ് മുതൽ നാം ഉരുവിടുന്ന തക്ബീർ ധ്വനികൾ കേൾക്കാൻ ഇമ്പമുള്ള
ഏറെ മനോഹരമായി നമ്മൾ ഉരുവിടുന്ന തക്ബീർ ധ്വനികൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മുഴുവൻ എന്റെ ജീവിതത്തിൽ പകർത്തുമെന്നുള്ളതും അവരെ അനുസരിച്ച് എന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമെന്നുമുള്ള പ്രതിജ്ഞയാണ്, പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ തക്ബീർ ധ്വനികളിലൂടെ നമ്മൾ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മാസക്കാലം അനുഗ്രഹത്തിന്റെ പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ നോമ്പിന്റെ കാലത്തായിരുന്നു നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നന്മകൾ ധാരാളം ചെയ്തവരാണ് നമ്മൾ. പാപമോചനത്തിനായി റബ്ബിലേക്ക് കരഞ്ഞുകൊണ്ട് കണ്ണീരുയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ദാനധർമ്മങ്ങളും അതേപോലെ തന്നെ നിർബന്ധ സക്കാത്ത് നടത്തി മനസ്സിനെയും സമ്പത്തിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഒന്നിനു പുറമെ ഒന്നായി രാത്രിയെന്നോ പകലൊന്നോ വ്യത്യാസമില്ലാതെ സൽക്കർമ്മങ്ങൾക്കു വേണ്ടി ജീവിതത്തിലെ ഏത് സെക്കൻഡുകളെയും മാറ്റി നിർത്തി ആ സൽക്കർമ്മങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചവരാണ് പ്രായവ്യത്യാസമില്ലാതെ നമ്മൾ ഓരോരുത്തരും. ഇനി നാഥന്റെ പ്രതിഫലമാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പ്, നമ്മുടെ ദാനധർമ്മങ്ങൾ, സക്കാത്ത്, ഏതേതു സൽക്കർമ്മങ്ങളാവട്ടെ, അതിനുള്ള പ്രതിഫലം അത് റബ്ബിനോട് ചോദിക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുവാൻ തുടങ്ങുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയുടെ പണി പൂർത്തീകരിച്ചു. കൂടെ തന്നെ മകനുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 127-ാം ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. കഅബയുടെ പണി പൂർത്തിയാക്കിയപ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെയും കൂട്ടി ആകാശലോകത്തേക്ക് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ നാഥാ, ഈ കർമ്മങ്ങൾ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. ഏറ്റവും നല്ല മാതൃക. വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായത്തിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് പറയുകയാണ്, പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിയുടെ ആയുധം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏതേതു സൽക്കർമ്മങ്ങളാവട്ടെ, ആ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ, ആ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ലഭിക്കണമെങ്കിൽ അവന്റെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലൂടെ ആയിരിക്കണം ഇന്നത്തെ ഈ ദിവസം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഇനി വരാനിരിക്കുന്ന പ്രഭാതങ്ങൾ, ഇനി വരാനിരിക്കുന്ന പ്രദോഷവും നമുക്ക് പ്രാർത്ഥനയോടുകൂടെ തുടങ്ങാം. ഇസ്ലാമിക ചരിത്രത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആരാ?
ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒന്നാമത്തെ ഖലീഫയാണ്. അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള മനുഷ്യനാണ്. റസൂലുള്ളാഹിന്റെ ഏറ്റവും നല്ല ഉറ്റ ചങ്ങാതിയാണ്. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതേപോലെ ഒരു ഈദിന്റെ ദിവസം നമസ്കാരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അള്ളാന്റെ പള്ളിയിൽ ഒരു മൂലക്കിരുന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. സഹാബത്ത് ഇത് കണ്ടു. മഹാനവർകളുടെ അടുത്തേക്ക് പോയി കൊണ്ട് ചോദിച്ചു, അല്ലയോ അബൂബക്കർ, അല്ലാഹുവിന്റെ റസൂൽ ഏറെ സന്തോഷിക്കാൻ പറഞ്ഞ ഒരു ദിവസമാണല്ലോ ഇത്. റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറഞ്ഞൊരു ദിവസം, ആഹ്ലാദിക്കാൻ വേണ്ടി നമുക്ക് അനുവാദം ഒരു ദിവസമാണ്. പക്ഷേ അങ്ങ് ഇന്ന് വല്ലാതെ കരയുകയാണല്ലോ. താങ്കൾ എന്തിനാ കരയുന്നത്? താങ്കളുടെ മനസ്സിലുള്ള വിഷമം എന്താ? ഞങ്ങളുമായൊന്ന് പങ്കുവെക്കൂ, ഞങ്ങളോടൊന്ന് പറയോ എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, സഹാബ, നീണ്ട ഒരു മാസത്തെ വ്രതത്തിലാണല്ലോ നമ്മൾ കഴിഞ്ഞ ഒരു മാസം. ഇന്നിതാ ആ നോമ്പ് അവസാനിച്ചു. നമ്മൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സഹോദര്യത്തിന്റെയും ഈദിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പക്ഷേ അബൂബക്കറിന്റെ മനസ്സിന് സന്തോഷം വരുന്നില്ല. എന്റെ മനസ്സിൽ ഒരു സന്തോഷവും കടന്നു വരുന്നില്ല. എന്തേ കാരണമെന്നറിയുമോ? ഞാൻ നമസ്കരിച്ച എന്റെ നമസ്കാരങ്ങൾ, റമദാനിൽ ഞാൻ നോറ്റുവീട്ടിയ എന്റെ നോമ്പുകളുണ്ടല്ലോ, ഞാൻ കൊടുത്തുവീട്ട എന്റെ സ്വതക്കകളും സക്കാത്തും ഒന്നും അല്ലാഹു സ്വീകരിച്ചോ എന്ന് എനിക്ക് ഉറപ്പില്ല. എന്തിനാ കാര്യം? ഞാൻ ചെയ്തു വെച്ച എന്റെ ഒരു അമലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഈ ദിവസം ഞാൻ കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, നാഥാ, എന്റെ സൽക്കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയിലാണ് ഞാനെന്ന്. സഹാബ, നിങ്ങള് ആരാ? ഉമർ ബിൻ ഖത്താബ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഖലീഫ എന്ന് രേഖപ്പെടുത്തിയ ഉക്കാളച്ചന്തയിലെ തുമ്മാടിയുടെ ചരിത്രം വിശേഷിപ്പിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് അത് പിടിച്ചടക്കുവാൻ വേണ്ടി പോയതിന്റെ ചാവി വാങ്ങുന്ന സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഐന അബൂ ഉബൈദ, എവിടെ അബൂ ഉബൈദ, എവിടെ സഹാബ, അബൂ ഉബൈദ എവിടെ എന്ന് ചോദിക്കുമ്പോൾ സഹാബകൾക്കിടയിൽ നിന്ന് അബൂ ഉബൈദ മുന്നോട്ട് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഉമറേ, എന്തേ താങ്കൾ എന്നെ അന്വേഷിച്ചത്? എല്ലാരും ഉണ്ട്, സഹാബത്തൊക്കെ ഉണ്ട്. അതിനിടയിലാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്വേഷിക്കുന്നത്, അബൂ ഉബൈദ എവിടെ? അബൂ ഉബൈദ ചോദിക്കുകയാണ്, റസൂലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദയോട് പറയാണ്, അബൂ ഉബൈദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. ലേ كيف بنا إذا سأل الله ماذا فعلنا بعد وفاة رسول الله صلى الله عليه وسلم. നാം മരിച്ചു പടച്ച തമ്പുരാന്റെ കോടതിയിൽ വിട്ടുനിൽപ്പിക്കപ്പെടുമ്പോൾ അല്ലാഹു ചോദിക്കും, പ്രവാചകന്റെ മരണത്തിന് ശേഷം അബൂ ഉബൈദ, നീ എന്താണ് സ്വർഗ്ഗത്തിന് വേണ്ടി ചെയ്തത്? നിന്റെ ജീവിതത്തിൽ എന്തു കർമ്മമാണ് അബൂ ഉബൈദ നീ ചെയ്തതെന്ന് ചോദിക്കുമ്പോ നിനക്കെന്താണ് പറയാനുള്ളത്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, നതബാക വലാ യറാന ലിന്നാസ്. ഓ അമീറുൽ മുഅ്മിനീൻ, തങ്ങളുടെ കൂടെ കടന്നു വരിക, ആരുമില്ലാത്തൊരു ഭാഗത്ത് പോയി നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാം. ഒന്നും ചെയ്തിട്ടില്ല,
ഒരു കർമ്മവുമില്ല. അല്ലാഹ് സ്വർഗം ഞങ്ങൾക്ക് നഷ്ടമാവരുതേ. ജീവിതത്തിൽ ഒരു കർമ്മവും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലുള്ളപ്പോ ധാരാളം ഞങ്ങൾ ചെയ്തിരുന്നു. ഒന്നുമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. ആരാ ഉബൈദ? ആരാ ഉമർ? ആരാ അബൂബക്കർ സിദ്ദീഖ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, അബൂ ഉബൈദ ആമിർ ബിൻ സറാഹ് ഫിൽ ജന്ന. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 3 പേരുടെ ഒരു ചരിത്രമാണ് സഹോദരങ്ങളെ നമ്മുടെ മുന്നിലേക്ക് നിരത്തിയിട്ടുള്ളത്. അവര് പോലും ജീവിതത്തിൽ ഒരു കർമ്മവും ചെയ്തിട്ടില്ല. അത് റബ്ബ് സ്വീകരിക്കുമോ എന്നറിയില്ല എന്ന് പേടിച്ചുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടല്ലേ, ഒരു മാസം ഞാൻ നോമ്പ് നോറ്റവനാണ്, ഞാൻ നമസ്കരിച്ചവനാണ്, ഞാൻ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തവനാണ്, ഞാൻ ധാരാളം ഖിയാമുൽ ലൈലുകൾ നമസ്കരിച്ചവനാണ്. അഹങ്കാരിയാകുകയാണോ സഹോദരങ്ങളെ? ഇവിടെയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം നമ്മൾ ഓർക്കേണ്ടത്. മഹാനവറുകൾ പറയുകയാണ്, വലൗ അന്നീ അന്നല്ലാഹ തഖബ്ബല മിന്നീ തജ്ദതൻ വാഹിദ. എന്നിൽ നിന്ന്, എന്റെ കർമ്മത്തിൽ നിന്ന് എല്ലാം വേണ്ട ഒന്ന് അല്ലാഹു സ്വീകരിച്ചു എന്നെനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ മരണത്തെ ഇഷ്ടപ്പെടുമായിരുന്നേനെ. മരണത്തെ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നേനെ. സഹാബത്ത് യുദ്ധത്തിൽ പങ്കെടുത്തു, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു, ഒരുപാട് വേദനകളും പീഡനങ്ങളും എല്ലാം സഹിച്ചു. അവര് പറയാ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പില്ല. റസൂലുള്ള സ്വർഗം അവർക്കുണ്ട് എന്ന് ഉറപ്പു നൽകപ്പെട്ടു. എന്നിട്ട് പോലും അവരെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി, അത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന് വിശുദ്ധിയുടെ മാസത്തിൽ നമ്മൾ നേടിയെടുത്ത ആത്മവിശുദ്ധിയുടെ ചൈതന്യം കാത്തു സൂക്ഷിക്കേണ്ട 1ാമത്തെ ദിവസമാണ്. പലപ്പോഴും അത് നഷ്ടപ്പെടുകയാണ് ഇന്ന് പലരുടെയും ജീവിതത്തിൽ. റമദാൻ കഴിഞ്ഞല്ലോ, അതിന്റെ മാസം കഴിഞ്ഞല്ലോ. ആ ഒരു ചിട്ടക്കുള്ളിൽ നിന്നും, അതിലെങ്കിൽ ആ ഒരു ചങ്ങലക്കെട്ടിൽ നിന്നും നമ്മൾ അയക്കപ്പെട്ടു. ഇനി നമുക്ക് എന്തും പോലെയാവാം, താൻ തോന്നിയാവാം, എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ജീവിക്കാം എന്നതാണോ സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കുന്നത്? അവരുടെ തഖ്വയുള്ളവരാവണം, ഈമാൻ നഷ്ടമാവരുത്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഡെഫിനിഷൻ, ഒരുപാട് ഉദാഹരണങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് നൽകിയിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുകയാണ്, ഔഫൂ മിൻ ജലീൽ വഖലാഅത്തിൻ മിൻ ഖലീൽ വഅമൽ ബിൽ ഫർദീൽ വസ്തിഅദാദിൽ യൗമിർ റഹീം. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിനെ കുറിച്ചുള്ള, നമ്മൾ ശ്രദ്ധിച്ചു പരിപാലിച്ച അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് ജീവിതത്തിൽ അല്ലാഹ് തന്നത് എത്ര ചെറുതാണെങ്കിലും തൃപ്തിപ്പെട്ടുകൊണ്ട് സമാധാനമടഞ്ഞുകൊണ്ട് നന്മകൾ ചെയ്ത് നാളേക്ക് വേണ്ടിയിട്ടുള്ള ജീവിതത്തെ സമർപ്പിക്കുക എന്ന് പറഞ്ഞതാണ് തഖ്വ. ആ തഖ്വയാണ് ഒരു മാസക്കാലം നമ്മൾ പരിശീലിച്ചെടുത്തത്. ആ ഒരു ഈമാനിന്റെ അന്തരീക്ഷത്തിലാണ് ഒരു മാസക്കാലം നമ്മൾ അല്ലാഹുവിനെ പള്ളികളിൽ സമാധാനത്തോടുകൂടി ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അത് നഷ്ടപ്പെടുത്തിക്കൂടാ. അതിന് ജീവിതത്തിന്റെ മരണം വരെ അത് ജീവിതത്തിൽ നിലനിർത്തേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഈമാൻ നിലനിർത്തണമെങ്കിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഒന്നാമതായി
കർമ്മങ്ങളുടെ തുടർച്ച വേണം. ചെയ്തു വെച്ച ഏതേത് കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങൾക്ക് തുടർച്ച വേണം. റമദാനിൽ ചെയ്തു എന്നതുകൊണ്ട് അതവിടെ അവസാനിക്കേണ്ട ഒന്നല്ല. ഏതേത് കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ളത്, ഇനി മരണം വരെ നമസ്കാരമാണെങ്കിൽ ജമാഅത്തിന് പള്ളിയിലേക്ക് വന്നവരാണ് നമ്മളെങ്കിൽ ഇന്നലെയോടുകൂടി അവസാനിക്കേണ്ട ഒരു കാര്യമല്ലേ ആ കർമ്മങ്ങൾ. ജീവിതത്തിൽ ഇനി മരണം വരെ ആ കർമ്മങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അഹബ്ബുൽ അഅമാലി അല്ലാഹി തആല അദ്വഹുമാ വഇൻഖില്ലാ. കർമ്മങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമാവുന്നത്, ഏറ്റവും ഇഷ്ടമാവുന്നത് പതിവായി കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ്. ചെറുതാണെങ്കിൽ സ്ഥിരമായി കൊണ്ട് ജീവിതത്തിൽ നിലനിർത്തുന്ന കർമ്മങ്ങളെയാണ് അല്ലാഹുവിന് ഇഷ്ടം. റമദാനിൽ നമ്മൾ നമസ്കാരങ്ങൾ ജമാഅത്തായി നിലനിർത്തിയെങ്കിൽ സ്വലാത്തുൽ ജമാഅത്തി തഫ്ദലു സ്വലാത്തുൽ ഫർദി യുസബ്ബിഹു 20 ദർജ. 27 ഇരട്ടി പ്രതിഫലമുണ്ട്. നഷ്ടപ്പെടുത്തരുതേ. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരൊറ്റ ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്താത്തവരായി കൊണ്ട് നമുക്ക് മാറേണ്ടതുണ്ട്. രാത്രി നമസ്കാരവും അതുപോലെ തന്നെയാണ്. അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തി. നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രി നമസ്കാരമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് തറാവീഹ് എന്ന് പറഞ്ഞ് നമ്മൾ നമസ്കരിച്ചില്ലേ, ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞ് രാത്രിയുടെ ഏറ്റവും അവസാനം നമ്മൾ നമസ്കരിച്ചില്ലേ. ആർക്കു വേണ്ടിയാണ് സഹോദര? നമുക്ക് വേണ്ടിയില്ലേ? നിലനിർത്തണം. നമ്മള് ഖുർആൻ പാരായണം ചെയ്തു ഖത്തം തീർത്തവരായി കൊണ്ട് നമ്മൾ മാറി. ഇഖ്റഉൽ ഖുർആന ഫീ കുല്ലി ശഹർ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഖത്തം തീർക്കാൻ കഴിയണേ. ഒരു പ്രാവശ്യം മാസത്തിലെ ഒരു പ്രാവശ്യമെങ്കിലും ഖത്തം തീർക്കാൻ കഴിയുന്നവരായി നമുക്ക് കഴിയണം. അതേപോലെ തന്നെ സ്വതക്ക നൽകുന്നവരായി, ജീവിതത്തിലെ ഏതേത് സൽക്കർമ്മങ്ങളുണ്ടോ ആ സൽക്കർമ്മങ്ങൾ ജീവിതത്തിലേക്ക് ചേർക്കുന്നവരായി. നോമ്പ് അവസാനിച്ചിട്ടില്ല, നീ എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കേണ്ടതുണ്ട്. ഏത് മാസത്തിലും 3 ദിവസം നമ്മൾ നോമ്പെടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർമ്മങ്ങൾക്ക് തുടർച്ചയുണ്ടാവണം. റമദാൻ അവസാനിച്ചു, ഇനി നന്മ അവസാനിപ്പിക്കാം, തിന്മയുടെ ലോകത്തേക്ക് പോവാമെന്നതാണ് നമ്മുടെ വിചാരമെങ്കിൽ സഹോദരങ്ങളെ, ഒരു നഗ്നമായ സത്യം പറഞ്ഞുകൊള്ളട്ടെ. ഏതാണ് ആ സത്യം എന്നറിയുമോ? റമദാനിന്റെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു, ഇദാ ജാ റമദാൻ, റമദാൻ വന്നെത്തിയാൽ ഫുതിഹത അബ്വാബുൽ ജന്ന വഉലിയത അബ്വാബ മിനൻ നാർ. സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെട്ടു. അതോടൊപ്പം ശൈത്താനിനെ അല്ലാഹു ബന്ദിയാക്കിയിട്ടുണ്ട്, ചങ്ങലകളിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഇന്നിതാ ശൈത്താന് സന്തോഷിക്കുന്ന ദിവസമാണ്, ശൈത്താനിനെ കെട്ടടിച്ച ദിവസമാണ്, ശൈത്താനിനെ ചങ്ങലയിൽ നിന്നും പതുമ്പി ഒഴിവാക്കിയ ദിവസമാണ്. ആ ശൈത്താനും പണിയെടുക്കുന്നുണ്ടേ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പറഞ്ഞു, റസൂലേ, ഞാൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും നമസ്കരിക്കാൻ നിന്നാലും പ്രത്യേകമായി ശൈത്താൻ എന്റെ വിഷയത്തിൽ ഇടപെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാലിക ശൈത്താൻ. ഉസ്മാൻ, അത് ശൈത്താനൊരു പണിയാണ്. ആരാന്നറിയോ?
യുഖാലു ലഹു ഖിൻസബ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത് ഖിൻസബ് എന്ന പേരുള്ള ശൈത്താനാ. അവന്റെ പണി എന്ന് പറയുന്നത് ഖുർആൻ ആര് പാരായണം ചെയ്യുന്നുവോ, ആര് നമസ്കാരങ്ങൾ നിലനിർത്തുന്നുവോ, അവന്റെ നമസ്കാരത്തെ നഷ്ടപ്പെടുത്തുന്ന പണി. അവന്റെ ഖുർആൻ ഓതുമ്പോ അവന്റെ മനസ്സിനെ അവിടെ നിന്ന് വലിച്ചു വേറെ മനസ്സ് ലോകത്തേക്ക് കൊണ്ടുപോകുന്ന പണിയെടുക്കുന്നത് ഹിംസബാനേ. അവനെ നീ ഭയപ്പെടണം, അവനെ നീ ഭയപ്പെടണമെന്ന് റസൂല്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ ആ സന്ദർഭങ്ങളിൽ പിശാച് നിന്നെ പിടികൂടുമ്പോ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം നീ പാറ്റി തുപ്പണേ. അവന്റെ ശർറിൽ നിന്ന് രക്ഷ നേടാനാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. സഹോദരങ്ങളെ, അതുകൊണ്ട് പിശാചിനെ കെട്ടഴിച്ചിട്ടുണ്ട് നമ്മള് നന്മകൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി പിശാച് നമ്മളെ പിടിക്കും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ നന്മകളെ അവസാനിപ്പിക്കുന്നവരാവരുത് എന്ന ഒരു ഉറച്ച പ്രഖ്യാപനം ഈ ഈദുൽ ഫിത്ർ, ഈ ഈദ് നമസ്കാരത്തിന് ശേഷം മനസ്സിൽ ഉറപ്പിച്ച് നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. മൻ കാന യഅബുദു റമളാൻ, ആരെങ്കിലും റമളാനിനെയാണ് ആരാധിച്ചതെങ്കിൽ വഇന്ന റമളാന ഖദ് വല്ലാ, റമളാനിത അവസാനിച്ചിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹ് എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവനോടുള്ള ആരാധനകൾ അവസാനിക്കാനായിട്ടില്ല. റമളാനെ അവസാനിച്ചിട്ടുള്ളൂ, കർമ്മങ്ങൾ അവസാനിപ്പിക്കുവാനായിട്ടില്ല. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്, കുൻ റബ്ബാനിയ വലാ തകുൻ റമളാനിയ. നിങ്ങള് അള്ളാന്റെ ആളാണ് ആവേണ്ടത്, അള്ളാഹുവിന്റെ ആളുകളാണ് നിങ്ങളാവേണ്ടത്. മറിച്ച് വലാ തകുൻ റമളാനിയ, റമളാനിലെ മാത്രം സ്പെഷ്യലിസ്റ്റുകളായി നമ്മൾ മാറരുത്. റമളാന് മാത്രം പള്ളി, റമളാന് മാത്രം നമസ്കാരം, റമളാന് മാത്രം നോമ്പ്, അല്ലേ? അങ്ങനെയുള്ള ആളുകൾ നമ്മളാവരുത്. അല്ലാഹു വേണ്ടി മരണം വരെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, യുവാക്കളെ, നിങ്ങളോട് സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങളെ വലവീശി പിടിക്കുവാൻ ലഹരിയുടെ മാഫിയകൾ സമൂഹത്തിന് രംഗത്തുണ്ട്. റമളാൻ 27-ന് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, ഒരു പുതിയ സിനിമ പോലും റിലീസാക്കുവാൻ അവർ മറന്നിട്ടില്ല. നിങ്ങളെ പിടിക്കാനാണ്. വിട്ടുകൊടുക്കരുതേ. നിങ്ങളുടെ ഈമാൻ, നിങ്ങളുടെ തഖ്വയെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുതേ. ആ പിശാചിന്റെ വഴി നമ്മൾ സ്വീകരിക്കരുതേ. താടി നീട്ടിയവരാ കൂട്ടത്തിലുണ്ടേ. ുകളിൽ പേരു ധരിച്ചവരാ ലഹരിമാഫിയക്കുള്ളിലുണ്ടേ. നല്ലതൊന്ന് തോന്നും, പലതും പറയും. കോളേജിലും അതേപോലെ തന്നെ ക്യാമ്പസിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും അങ്ങാടിയിലും ബസ് സ്റ്റോപ്പിലും വീട്ടിനകത്തു വരെ അവര് നമ്മുടെ സുഹൃത്തായി വരും. ശ്രദ്ധിക്കണേ യുവാക്കളെ, കുട്ടികളെ, ആ ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ ജീവിതം നശിച്ചുപോയേ. കുടുംബം നമ്മളെ വെറുക്കും. ഉമ്മയും ഉപ്പയും നൊന്തു പ്രസവിച്ച ഉമ്മയും ഉപ്പയും പോലും അറുപ്പുളവാകുന്ന വെറുക്കുന്ന ഒരു മകനായി മകളായി നമ്മൾ മാറുമെന്നതിൽ സംശയമേയില്ല. അവസാനം നമുക്ക് തന്നെ നമ്മോട് വെറുപ്പ് തോന്നും. അത്തരം ആത്മഹത്യകളുടെ കഥകൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നു. അഫാനിക നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പാഠമാണ്. ഒരു നാട്ടിലൊരു ശിക്ഷയുണ്ടെങ്കിൽ, ഒരു വിപത്തുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു പാഠമാണ് എന്നത് യുവാക്കളെ നമ്മൾ ഓർക്കണം.
കാലമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മളെയും പിടികൂടും ഒരുപാട് തിന്മകൾ. കളിയും സന്തോഷവും രസവും മാത്രമല്ല, അവധിക്കാലം ഉപയോഗപ്പെടുത്തുവാൻ നമുക്കും കഴിയണം. വായന നിലനിർത്തണം, പള്ളികളിൽ സജീവമാവണം. വെക്കേഷൻ ക്ലാസുകളുണ്ട്, സിയാരി പോലെയുള്ള ക്ലാസുകളുണ്ട്. മതവിജ്ഞാനികൾ നേടിക്കൊണ്ടിരിക്കണം, ആർജിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ പിശാച് നമ്മളെയും പിടികൂടും. കുട്ടിയില്ലേ എന്ന് പിശാച് നോക്കൂല. രക്ഷിതാക്കളെ, നിങ്ങളോട് പറയട്ടെ, മക്കളുടെ വിഷയത്തിൽ വളരെ ഗൗരവം നിങ്ങൾ കാണിക്കണേ. നിസാരമായി നിങ്ങൾ കാണരുതേ. സമൂഹത്തിൽ നടക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങ് തിരുവനന്തപുരമല്ലേ, കണ്ണൂരല്ലേ, ബീഹാറിലല്ലേ എന്ന് നമ്മൾ വിചാരിച്ച് പലതിനെയും നമ്മൾ മാറ്റി നിർത്തിയപ്പോ ഇന്ന് പലതും നമ്മുടെ വീടിനുള്ളിലാ. പലരും മക്കളുടെ വിഷയത്തിൽ അത്ര വേണ്ട ശ്രദ്ധ കൊടുക്കുന്നില്ല. അവരുടെ വിഷയത്തിൽ നമ്മൾ കൂട്ടുകാരാവണം, രക്ഷിതാവാവണം, യഥാർത്ഥമായ ഉപ്പയാവണം നമ്മൾ. അവർക്ക് അനാവശ്യമായി പണം കൊടുക്കരുത്. അവരുടെ മുന്നിൽ കൃത്യമായ സമയം നമ്മൾ നിശ്ചയിക്കണം. അവരുടെ വിഷയത്തിൽ എപ്പോഴും നമ്മുടെ ഒരു കണ്ണവരുടെ മുകളിലുണ്ട് എന്നവർക്ക് തോന്നണം. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും സമൂഹത്തിന്റെ അവസ്ഥ അങ്ങനെയാണ് കടന്നു പോകുന്നത്. വിവാഹപ്രായമെത്തിയവരുണ്ടെങ്കിൽ, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ വിവാഹപ്രായമെത്തിയെങ്കിൽ അവരെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചയക്കുക. അത് നീട്ടിക്കൊണ്ടുപോകുന്നത് ആപത്താണ്. ഓർക്കണേ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളോടുകൂടെ പറയട്ടെ, നിങ്ങളൊരു വീടിന്റെ വിളക്കാണ്. ആ വിളക്കണഞ്ഞാൽ ആ വീട്ടിലെ പ്രകാശം നഷ്ടപ്പെടുമേ. മക്കളെ നിങ്ങളുടെ കൈകളിലാണ്, കുടുംബം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ എങ്ങനെ മതവിജ്ഞാനം ആർജിച്ചെടുക്കുന്നുവോ ആ മതവിജ്ഞാനത്തിലൂടെ ആ കുടുംബം വളരും. അതുകൊണ്ട് ആ മഹാവിളക്കായി, മിസ്ബാഹായി കുടുംബത്തിൽ നിങ്ങൾ വളരണമേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹോദരിമാരെ, നരകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ത്രീകളാണ്. ആ സ്ത്രീ വിഭാഗത്തിൽ ഞാനും എന്റെ ഉമ്മയും സഹോദരിമാരും പെടരുതേ എന്ന ഉറച്ച തീരുമാനം നമുക്ക് എടുക്കുവാൻ സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കാം. അത്തരത്തിൽ ഏറ്റവും നല്ല ഒരു മാസം കഴിഞ്ഞു നമ്മളിതാ ആ വിശുദ്ധി നഷ്ടപ്പെടുത്താതെ നന്മകളെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഈ റമളാൻ അവസാനിപ്പിച്ചു. ഇനി ഈദിലേക്ക് നമ്മൾ കടന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. ആരാ നമ്മുടെ സഹോദരങ്ങൾ? ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങളും നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഫലസ്തീനിൽ നമുക്ക് വേണ്ടി ഒരുപാട് വേദനകളും പീഡനങ്ങളും സഹിക്കുന്ന പലരുമുണ്ട്. ഗസയിൽ നമ്മളെപ്പോലെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയാത്ത പലരും അവരുടെ കൂട്ടത്തിലുണ്ട്. എത്ര പ്രയാസമുണ്ട്, എത്ര സങ്കടമുണ്ട്. പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മളൊന്നും പ്രാർത്ഥന കൈകളുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണേ എന്നൊരു ഉപദേശത്തോടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഒരു പത്രവാർത്ത കണ്ടു, വളരെ വേദനിപ്പിച്ചു. ഗസയിലെ ഒരു കുടുംബത്തിലെ എല്ലാവരും മരിച്ച് ഒരു പിഞ്ചു കുഞ്ഞെഴുതാ ചുമരികരിക്കുമ്പോ ഒരു പത്രപ്രവർത്തകൻ ആ കുഞ്ഞു പറയുന്ന വാചകമായിട്ട് ആ ചുമരിൽ ഒരു കരിക്കട്ടയിലെഴുതി, യാ അസ്ഹാർ ഫലസ്തീൻ, ഓ ഫലസ്തീനിലെ പൂക്കളെ, നിങ്ങൾക്ക് വിട സയസ്ലുബികും ഇൻഷാ അല്ലാഹ്, ഞങ്ങളും ഇതാ നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ പോവുകയാണ്. അവർക്കറിയാം ഇനി സെക്കൻഡുകൾ മാത്രമാണ്, ഇനി ഏത് നിമിഷവും മണ്ണിലേക്ക് ചേരേണ്ടവരാണ്.
ആയിരങ്ങൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അവർ പേടിയില്ല, നിർഭയത്ത് നഷ്ടപ്പെട്ടു, സമാധാനമില്ല, സങ്കടമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തു വെച്ച എല്ലാ നന്മകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ ഈദ് ദിനത്തിൽ ഏറ്റവും നല്ല മുത്തഖിയായി, അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയായി പ്രാർത്ഥനകൾ നിർവഹിച്ച് നന്മകൾ കൈവിടാതെ രോഗികളെ സന്ദർശിച്ചു, കുടുംബങ്ങളെ സന്ദർശിച്ചു, മാതാപിതാക്കൾ മരിച്ചവരാണെങ്കിൽ, ബന്ധുമിത്രാദികൾ മരിച്ചവരാണെങ്കിൽ അവരുടെ കബറിടങ്ങളൊക്കെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബങ്ങളെ സന്ദർശിക്കണം. പരസ്പരം തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന പ്രാർത്ഥനയോടുകൂടി കൈകൾ കൊടുത്ത് മുസാഫഹത്ത് ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത്. ഈ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹനീയമായ ഈദ് ദിനം സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്തതും പ്രവർത്തിച്ചതും എല്ലാ കർമ്മങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥ, അറിയും അറിയാതെയും ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിൽ ഒരുപാട് തിന്മകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ണുകൊണ്ട്, കാലുകൊണ്ട്, കൈകൊണ്ട്, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, എല്ലാം കൊണ്ടും തെറ്റ് ചെയ്തവരാണ് നാഥ ഞങ്ങൾ. നിന്നിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ നടത്തിയിട്ടുണ്ട് നാഥ. ആ തൗബയെ നീ സ്വീകരിക്കണമേ അല്ലാഹുവേ. ചെറുതും വലുതുമായ ഒരുപാട് സംക്രമങ്ങളെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സംക്രമങ്ങളൊക്കെ നീ സ്വീകരിക്കണമേ നാഥ. അല്ലാഹുവേ, ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, വിഷമങ്ങളുണ്ട്, രോഗികളുണ്ട് നാഥ. കഴിഞ്ഞ ദിവസം പോലും ഒരു നോമ്പ് പോലും നോക്കുവാൻ കഴിയാത്ത, ഒരു നമസ്കാരത്തിന് പോലും ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയാത്ത ഒരു രോഗിയെ കണ്ടു. സങ്കടം പങ്കുവെച്ചു. ഞാൻ പറഞ്ഞു, മനസ്സിലുള്ള ആഗ്രഹത്തിന്, മനസ്സിലുള്ള നിയ്യത്തിന് റബ്ബ് പ്രതിഫലം നൽകപ്പെട്ടു. അത്തരത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ മനസ്സിന്റെ ശുദ്ധി അനുസരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, രോഗികൾക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള നല്ല മനസ്സ് നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, അവരുടെ വേദനകളിലൂടെ അവരുടെ പാപങ്ങൾ നീ അവർക്ക്, തിന്മകൾ നീ അവർക്ക് പുറത്തു കൊടുക്കണമേ നാഥ. അവരെ സംരക്ഷിക്കുന്ന കുടുംബക്കാർക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. നമസ്കാരങ്ങളായി, നോമ്പായി, ദാനധർമ്മങ്ങളായി, മറ്റു പല സൽക്കർമ്മങ്ങളായി അല്ലാഹുവേ ഒന്നും നഷ്ടപ്പെടുത്താതെ മരണം വരെ അത് കാത്തു സൂക്ഷിച്ച് നാളെ പരലോകത്ത് അത് ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ല അമലായി ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണമേ നാഥ. اللهم اعف المؤمنين والمؤمنات والمسلمين والمسلمات والأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اعزرنا من النار، اللهم اعزرنا من النار، اللهم اعزرنا من النار. آمين آمين ورحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.